ഒരാളുടെ അന്തിമ വിധിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ വാസ്തവത്തിൽ വളരെ പ്ലെയിനായ കുറച്ച് കാര്യങ്ങളാണ്. വിശക്കുന്നവന് അന്നം കൊടുത്തോ, ദാഹിച്ചവന് തണ്ണീരായോ, അലഞ്ഞടക്കുന്നവന് വീട് തുറന്നു കൊടുത്തോ, അപമാനിക്കപ്പെട്ടവനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചോ, നഗ്നനെ ഉടുപ്പിച്ചോ, രോഗിയെ സന്ദർശിച്ചോ, ഒരു തടവുപുള്ളിയെ പോയി കണ്ടിട്ട് എത്ര കാലമായി. തടവെന്നൊക്കെ പറഞ്ഞ എന്തൊരു എന്തൊരു വല്ലാത്ത അവസ്ഥ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. നല്ല സമരക്കാരനുമായി ബന്ധപ്പെട്ട കുറച്ച് കൊച്ചു വർത്തമാനങ്ങളായിരുന്നു കഴിഞ്ഞ വാരത്തിൽ. എൻ്റെ ഒടുവിലായിട്ട് യേശു തൻ്റെ കേൾവിക്കാരോട് ആ ചോദ്യം പോസ് ചെയ്യുന്നുണ്ട്: ആരാണ് ഇതിലെ ശരിയായ അയൽക്കാരൻ? യേശു അയൽക്കാരന് പേര് നൽകിയിട്ടുണ്ട്, ഗുഡ് സമരിട്ടൻ, നല്ല സമരിയാക്കാരൻ. പക്ഷെ അവൻ്റെ കേൾവിക്കാർക്ക് ആ പേര് പറയാൻ പോലും ആവാത്ത വിധത്തിൽ ഒരു പകവുള്ളി കിടപ്പുണ്ട്. അത് ഉച്ചരിക്കാനായിട്ട് അവർക്ക് വിമുഖതയുണ്ട്. അതുകൊണ്ട് അവരാ പേര് ആവർത്തിക്കുന്നില്ല. പകരം വളരെ ജനറലായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഈ കാര്യങ്ങൾ അങ്ങോട്ട് പതുക്കെ അവസാനിപ്പിക്കുക. ആരാണോ അവനോട് കരുണ കാണിച്ചത് അയാളാണ് അവൻ്റെ അയൽക്കാരൻ. ഇതര സംസ്കാരങ്ങളിൽപ്പെട്ടവരുടെ പരാമർശം പോലും ഒഴിവാക്കണമെന്ന വിധത്തിൽ പകയും വിദ്വേഷവുമൊക്കെ കൊണ്ട് ഒരു കാലം കഠിനമാകുമ്പോഴാണ് യേശുവിൻ്റെ ഇത്തരം ഭംഗിയുള്ള ചില കണ്ടെത്തലുകളും സൂചനകളും ഒക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അവൻ്റെ പാദങ്ങൾ നമസ്കരിക്കാതിരിക്കാനാവുക? എന്തിനാണ് ഇത്തരം മതങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ യഹൂദ റാബിമാർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ നിത്യശിക്ഷയിൽ ഇന്ധനമായിട്ട് മാറാൻ വേണ്ടിയുള്ളത്. തീ കത്തുന്നിടത്തിൽ വിറക് വേണമല്ലോ. അത്രയും ഇങ്ങനെ കയ്പോടുകൂടി ഇതര ധർമ്മങ്ങളെ കാണാനായിട്ട് പഠിപ്പിക്കുകയോ പ്രേരണ കൊടുക്കുകയോ ഒക്കെ ചെയ്ത സംസ്കാരത്തിൽ എന്തൊരു വലിപ്പത്തോടു കൂടിയാണ് യേശു അത്തരം ഇടങ്ങളെ കണ്ടത്, അവർക്ക് വാഴ്ത്തു കൊടുത്തത്. പലയിടങ്ങളുണ്ട്. സീറോ ഫിനിഷ്യൻ സ്ത്രീയുടെയൊക്കെ ഒരു സംഭവം നമുക്കറിയാം. ഇങ്ങനെ അവൻ്റെ ഒരു ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടന്നൊരു സ്ത്രീ. ഇത്തിരി ഹാർഡായിട്ടൊക്കെ യേശു പറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം യേശു പറയുന്ന ഒരു വല്ലാത്തൊരു വാഴ്ത്തുണ്ട്. ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറയുക. ഇസ്രായേൽ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ബെഞ്ച് മാർക്കാണ്. ഇവൾ അതിലും മീതെ നിൽക്കുന്നൊക്കെ പറയുമ്പോൾ അത് വാസ്തവത്തിൽ അവളുടെ വലിപ്പമാണോ യേശുവിൻ്റെ വലിപ്പമാണോ എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിചാരം തന്നെയാണ്. വേറെയും പലയിടങ്ങളിൽ ഇത്തരം വാഴ്ത്ത് സംഭവിക്കുന്നുണ്ട്. ശതാധിപന് കൊടുക്കുന്ന വാഴ്ത്ത്, 10 കുഷ്ഠരോഗികൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ അതിലൊരാൾ മാത്രം മടങ്ങി വരുന്നു, അത് ഇതര ധർമ്മത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഒക്കെ പറയുമ്പോൾ മനുഷ്യൻ അക്കാലത്ത് ചിന്തിച്ചിരുന്ന ചില കാഴ്ചപ്പാടുകളെ മാറി ചിന്തിക്കാൻ വേണ്ടി യേശു പ്രേരിപ്പിക്കുകയായിരുന്നു. കുറേ കൂടി മാനവികതയിൽ അധിഷ്ഠിതമായ, അനുകമ്പയിൽ അധിഷ്ഠിതമായ, ഈ മാഗ്നാനിമിറ്റിൽ മനസ്സിൻ്റെ വലിപ്പത്തിൽ അധിഷ്ഠിതമായ ഒരു കാലത്തിലേക്കുള്ള പാത താനെ ഒരുങ്ങുകയാണ്. അതിലേക്കാണ് വാസ്തവത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത്. അതിന് നിരക്കാത്ത കാര്യങ്ങൾ, യേശുവിന് നിരക്കാത്ത കാര്യങ്ങളെന്നൊക്കെ പറയാനായിട്ടുള്ള ലളിതമായൊരു യുക്തിബോധവും ധൈര്യവുമൊക്കെ പുലർത്തേണ്ട വളരെ വൈകിയ നേരമാണിത്. ഈ ഒരു കഥ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. യേശു പറഞ്ഞ എല്ലാ കഥകളെയും ഇങ്ങനെ സഭാത്മകമായിട്ട്, എക്ലേസ്യാസ്റ്റിക്കലായിട്ട് വ്യാഖ്യാനിക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ആദിമ പിതാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അത്തരം ചില വ്യാഖ്യാനങ്ങളൊക്കെ വളരെ കൗതുകരമായ വ്യാഖ്യാനങ്ങളാണ്.
ഇങ്ങനെ വഴിയിൽ വീണ ഈ മനുഷ്യൻ ആദമാണെന്നും ആദത്തെ എടുത്തുകൊണ്ട് പോകുന്ന സമരക്കാരൻ യേശുവാണെന്നും ഈ അവഗണിച്ച് പോയതൊക്കെ ആ നിയമമോ അക്കാലത്തെ പ്രവാചകന്മാരോ അല്ലെങ്കിൽ അക്കാലത്തെ ആചാരങ്ങളോ ഒക്കെ ആണെന്നുള്ള കണക്കുള്ള വായനകളൊക്കെ ഉണ്ട്. ഈ കഥയിലെ സമരക്കാരൻ യേശു എന്നൊക്കെ പറയാനായിട്ടുള്ള ആ ധൈര്യം ആദ്യ പിതാക്കന്മാർ കാണിച്ചു എന്നുള്ളത് ഇന്ന് നമുക്ക് ഓർക്കുമ്പോൾ വല്ലാത്ത വിസ്മയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം അസ്പർശ്യത, അകറ്റി നിർത്തുക, തൊടാനോ പരസ്പര ബന്ധമോ ഒക്കെ പുലർത്താനാവാത്ത വിധത്തിൽ അകറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട വാഴ്ത്ത് യേശുവിലേക്ക് തന്നെ വരുന്നുള്ളത് എന്തൊരു ശുഭകരമായ വിചാരമാണ്. യേശുവിൽ ഉണ്ടായ ഒരു ആരോപണം പോലും അത് അവൻ സമരക്കാരുടെ സ്നേഹിതൻ എന്നാണ് പറയുന്നത്. പൊതുവേ അവൻ്റെ വംശക്കാർ, സത്യം പറഞ്ഞാൽ ഇത് ഒരേ വംശത്തിൻ്റെ തന്നെ ഒരു 2 വഴികളാണ്. എന്നിട്ടും വളരെ ബോധപൂർവം ഈ പറഞ്ഞ സമരയുടെ വഴികൾ ഒഴിവാക്കാനായിട്ട് യഹൂദർ ശ്രദ്ധിച്ചിരുന്നു. അതിനുവേണ്ടി അവർ വളരെയേറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. അക്ഷരാർത്ഥത്തിൽ വളരെയേറെ കായിക ക്ലേശം എടുത്തിട്ടൊക്കെയാണ് ഈ പറഞ്ഞൊരു നഗരത്തെ ഒഴിവാക്കിയിട്ടുള്ള അവരുടെ സഞ്ചാരം. യേശു ആവട്ടെ അതേ നഗരത്തിൻ്റെ അതേ ഗ്രാമത്തിൻ്റെ ഒക്കെ മധ്യേ കൂടി നടക്കാനായിട്ട് ആഗ്രഹിച്ചു. അവരുമായിട്ട് ചെറിയ ചെറിയ കൊച്ചു വർത്താനങ്ങളിൽ സംഭാഷണങ്ങൾ ഏർപ്പെട്ടു. മനസ്സിലാദ്യം വരുന്ന പേര് ആ സമരക്കാരി സ്ത്രീയുടെ തന്നെയല്ലേ. അവൾ ഇങ്ങോട്ട് മുമ്പോട്ട് ഈ സംഭാഷണം പോകാനൊക്കെ ആയിട്ടൊരു താല്പര്യം കാണിക്കുന്നില്ല. വെള്ളം ചോദിക്കുമ്പോൾ പോലും പറയുന്നത് അത്തരം കൊടുക്കൽ വാങ്ങൽ നമുക്കില്ലെന്നൊക്കെയാണ്. അലയുന്നവനും ഇങ്ങനെ യാത്രികനും യോഗികൾക്കും ഭിക്ഷുക്കൾക്കും പൈത്യക്കാർക്കുമൊക്കെ എന്ത് ജാതിയാവുള്ളൂ. യേശു ഒരു പുഞ്ചിരിയോടെ അവളെ അഭിമുഖീകരിച്ച് ഒടുവിൽ വലിയ ഹൃദയാലുവിൻ്റെ തീരത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ സഭാത്മകമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനം കൊടുക്കുന്ന ഒരു രീതി, ഇത്തിരി അനാലജിക്കൽ എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. ഉപമ കണക്കൊക്കെ ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞത്. അതിനകത്ത് നല്ല സമരക്കാരൻ യേശുവാണെന്ന് തന്നെ പറയുക. അവസാനം വരെ അവരുടെ ഒരു സ്നേഹിതനായിട്ട് നിലനിന്ന ഒരാളെന്ന നിലയിൽ നിശ്ചയമായിട്ടും ആ വാഴ്ത്ത് യേശുവിനെ അർഹിക്കുന്നത് തന്നെയാണ്. യേശു ഈ പരിക്കേറ്റ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന ആ മഹാസത്രത്തിൻ്റെ പേരാണ് സഭ. സഭയെ നമ്മൾ അങ്ങനെ തന്നെ കണ്ടെത്താനായിട്ട് പറ്റണം. സഭയുടെയൊക്കെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ വല്ലാത്തൊരു ഹൈജാക്ക് അതിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചരിത്രം മനസ്സിലാക്കുന്നത് ഈ കയ്പുണ്ടാകാൻ വേണ്ടിയല്ല, മറിച്ച് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനൊന്നൊക്കെ പറയുന്നത് പോലും എന്താണ്, ഈ വൈകാര്യതയില്ലാതെ ഭൂതകാലത്തെ കാണാൻ പറ്റുമ്പോഴാണ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് പിടുത്തം കിട്ടുന്ന രീതിയിൽ ചരിത്രത്തെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു ആഗ്രഹിച്ചിരുന്ന ഒരു സഭാഗാത്രത്തിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് അതിനകന്നു പോകേണ്ട ചില കാലങ്ങളും ഇടങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഒരു സത്രമെന്ന നിലയിൽ ഭൂമിയിലെ പരിക്കേറ്റ മനുഷ്യർക്ക് മുഴുവൻ അഭയം കൊടുക്കുന്ന ശരണാലയമെന്ന നിലയിലായിട്ടായിരുന്നു സഭ ഇങ്ങനെ രൂപപ്പെട്ടത്. സഭ യേശുവിൻ്റെ സങ്കല്പങ്ങൾ രൂപപ്പെട്ടത്. അതിന് പിന്നീട് പലയിടങ്ങളിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ഭൗതിക അധികാരവും ആത്മീയ അധികാരവും തമ്മിൽ ഒരുതരം അടുപ്പത്തിൽ വരികയും, വാസ്തവത്തിൽ ഈ ആത്മീയ സാധ്യതകൾ ഈ ഭൗതിക അധികാരത്തെ ശുദ്ധീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ മാംഗല്യത്തിൽ സംഭവിച്ച് തിരിച്ചാണ്. ഇതിൻ്റെ ഒരു ഭംഗിയും ഇതിൻ്റെ ഒരു ചാരുതയും ഇതിൻ്റെ ഒരു ഏകാഗ്രതയും ഒക്കെ അത് വലിയ അളവിൽ ബുദ്ധിമുട്ടിലാക്കി. അപ്പോൾ യേശു പറയാൻ ആഗ്രഹിച്ച ആ സഭ എന്താണ്? അതൊരു പക്ഷേ ഭൂമിയിലെ ഏറ്റവും നല്ല ശരണാലയമാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആലംബം നഷ്ടപ്പെട്ട മനുഷ്യർക്ക്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ അഭയം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് കരുതി വെക്കുന്ന ഒരു വലിയൊരു സത്രമായിട്ട് സഭയെ കണ്ടെത്തിയെന്നല്ലാണ്. സഭയെന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഈ ഘടനയല്ല, നമുക്ക് പരിചയമുള്ള ഈ കെട്ടിടങ്ങളല്ല. അതിങ്ങനെ വലിയൊരു സങ്കല്പ സ്വപ്നഭൂമിയാണ്.
യേശു പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദൈവഭരണം വന്നിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന അത്തരം ചില റെഫറൻസുകൾ ഗൗരവമായിട്ടെടുക്കുന്ന മനുഷ്യരുടെ ഹൃദയൈക്യത്തിന് വിളിക്കുന്ന വാക്കാ സഭ എന്ന് പറയാം. അവിടെ തീർച്ചയായിട്ടും ഈ പരിക്കേറ്റ മനുഷ്യർക്ക് അഭയമുണ്ടാവണം. ചർച്ച് ഈസ് ഈതർ എ ഹോസ്പിസ് ഓർ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഈ പറഞ്ഞ തെക്കൻ അമേരിക്കയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. വിശേഷിച്ചും അതിൻ്റെ ഒരു വിമോചന പ്രക്രിയയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിക്കേറ്റ മനുഷ്യർക്ക് ചികിത്സയോ ശുശ്രൂഷയോ കൊടുക്കുക, അത്തരം ചില കാര്യങ്ങൾക്കകത്ത് പരിഹാരമോ ശമനമോ ഇല്ലാത്ത മനുഷ്യർക്ക് ഇങ്ങനെ അക്കമ്പനിമെൻറ്റ് കൊടുക്കുക, അവരോടൊപ്പം സഹവസിക്കുക എന്നൊക്കെ ഉള്ള രണ്ട് സാധ്യതയുണ്ട്. രണ്ടും വളരെ പ്രധാനപ്പെട്ട. എല്ലാം കാര്യത്തിനും ശമനമുണ്ടെന്നോ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെന്ന് തന്നെ പറയുന്നതായിരിക്കാം എൻ്റെ ശരി. അപ്പോൾ രണ്ടർത്ഥത്തിലും ഒരേപോലെ വരുന്ന ഒരേ ആശയത്തിൻ്റെ തന്നെ രണ്ട് സങ്കല്പമാണ്. ഇതർ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിസ്. സൗഖ്യപ്പെടുത്താൻ പറ്റുന്നവർക്ക് പരിചരണം സൗഖ്യം കൊടുക്കുക, അല്ലെങ്കിൽ ചികിത്സ കൊടുക്കുക, പറ്റാത്തവർക്ക് പരിചരണം കൊടുക്കുക. ആ രീതിയിലുള്ള ഒരു സത്രമായിട്ട് സഭയെ കണ്ടെത്താൻ കഴിയുമ്പോഴേക്കും, സഭയെ റീവിസിറ്റ് ചെയ്യാൻ കഴിയുമ്പോഴേക്കും കാര്യങ്ങൾക്ക് എന്തൊരു ആർദ്രത ഉണ്ടാകുന്നു. ലോകം കുറേ കൂടി അനുകമ്പയുള്ള ലോകമായിട്ട് മാറുന്നു. എന്നിട്ടോ ഈ സത്രക്കാരനോട് യേശു പറയുന്ന ഈ പറഞ്ഞ കഥയിലെ നല്ല മനുഷ്യൻ പറയുന്ന ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും വരും, വരുമ്പോൾ കണക്കൊക്കെ തീർത്തോളാം എന്നാണ് പറയുക. ഒരുപക്ഷെ വേദപുസ്തകത്തിലെ അവസാനത്തെ വാക്കിൻ്റെ മുഴക്കമാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് വേദപുസ്തകത്തിലെ അവസാനത്തെ വാക്ക്? കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. നമ്മളിന്ന് കരുന്ന കണക്ക് അതിങ്ങനെ കർത്താവിൻ്റെ വിധി ദിവസം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഭീതികരമായ ഭയാനകമായൊരു ദിനമായിട്ടല്ല ആദിമ സമൂഹം ഗണിച്ചത്. ഒരേറ്റവും ആനന്ദത്തോടെ കാത്തിരുന്ന, ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന, തങ്ങളുടെ ജീവിതത്തിൻ്റെ സഫലതയായിട്ട് ഗണിച്ചിരുന്ന ഒന്നായിരുന്നു അവൻ രണ്ടാം വരവ്. അതിന് എപ്പോഴാണ് ഈ ഭീതിയുടെയൊക്കെ ചില പദാവലി ഉണ്ടായതെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അവൻ വരും, അവൻ രണ്ടാം വരവോളം ആ ചെറിയ കാലത്തിനകത്ത് എല്ലാത്തരം മനുഷ്യർക്കും അഭയമായി മാറേണ്ട ഒരു സങ്കല്പ ഭൂമികയുടെ പേരാണ് സഭ എന്ന് പറയുക. സത്രമാണ് സഭ. സത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു സത്രത്തിൻ്റെ ഓർമ്മ വരുന്നുണ്ട്. അത് അവന് അഭയം കിട്ടാതെ പോയൊരു സത്രമാണ്. എന്തൊരു കഠിനമായ ഒരു സത്ര വിചാരണയിലാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. സത്രം എല്ലാവർക്കും വേണ്ടിയും തുറന്നു കൊടുക്കുന്ന, എല്ലാവർക്കും ഇടം കൊടുക്കുന്ന, നമ്മുടെ ഈ ഒരു പെരുവഴി അമ്പലം എന്നൊക്കെ പറയുന്നൊരു സങ്കല്പമാണ്. ഒരു രാത്രി അവിടെ നിങ്ങൾക്ക് കഴിയാനായിട്ടുള്ള അവകാശമുണ്ട്. എന്നിട്ടും പെരുവയറുള്ള ഒരു സ്ത്രീയും അവളുടെ തൊഴിലാളിയായ പുരുഷനും എതിരായിട്ട് ആ ഒരു രാത്രിയിൽ എല്ലാ സത്രങ്ങളും കൊട്ടിയടക്കപ്പെട്ടു. സത്രങ്ങൾ കൊട്ടിയടക്കപ്പെട്ട, സത്രത്തിന് വെളിയിൽ എവിടെ വെച്ച് പിറന്ന ഒരു മനുഷ്യനാണ് സത്രമെന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ഡിവൈനായൊരു പദമാക്കി പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കുറേ കൂടി ഒപ്റ്റിമിസ്റ്റിക് ആക്കുന്ന, കുറേ കൂടി പ്രതീക്ഷയുള്ളതാക്കി മാറ്റുന്നത് ആ സത്രത്തിനകത്തെ വിനീതരായ കാവൽക്കാരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. എന്താണ് ഈ സത്രത്തിൽ നിന്ന് അടക്കേണ്ട ആ ഒരു മഹനീയമായ ഗ്രേറ്റ് മിനിസ്ട്രി? അത് ഈ പറയുന്ന കണക്ക് രോഗാതുരമായ ഭൂമിയെ സംരക്ഷിക്കുകയോ പരിചരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ബാധ്യതയുണ്ട്. ലോകം ഒരു സിക്ക് വേൾഡാണ്. അല്ല, പത്തോളജിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഘടനയുള്ളവരാണ് നമ്മൾ കണ്ടുമുട്ടിയ മിക്കവാറും എല്ലാ മനുഷ്യരും. എല്ലാം രോഗാതുരയുടെ ഭാഗമാണ്. ഒരാൾ അമിതമായിട്ട് മദ്യപിക്കുന്നു പറയുന്നത് പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നു അത് അയാളുടെ കയ്യിലിരിപ്പിൻ്റെ ഭാഗമാണെന്ന്. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഈ മദ്യപിച്ച മനുഷ്യരെയൊക്കെ, അമിതമായിട്ട് മദ്യപിച്ച മനുഷ്യരെയൊക്കെ മനുഷ്യർ മർദ്ദിക്കുന്ന പോലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തൂണിലൊക്കെ കെട്ടി. അതിൻ്റെ ഒരു രംഗമെങ്കിലും മനസ്സിൽ കിടപ്പുണ്ട്. പനി പിടിച്ച ഒരാളെ മർദ്ദിച്ച് പനി മാറ്റാമെന്ന് പറയുന്ന കണക്ക് കഠിനമായൊരു ബ്ലാക്ക് ഹ്യൂമറാണ് വാസ്തവത്തിൽ
അതെന്ന് ഇപ്പോൾ നമുക്കറിയാം. കാരണം അത് രോഗാതുരതേ. അതുകൊണ്ടാണ് ചികിത്സയൊക്കെ വരുന്നത്. വിഷാദം രോഗാതുരതയാണ്. അയാൾ ദുഃഖിച്ചിരിക്കുന്നുള്ളത് വാസ്തവത്തിൽ അയാളുടെ നിയന്ത്രണത്തിലല്ല. അയാൾ അമിതമായിട്ട് കോപിക്കുന്നു പറയുന്നതും രോഗാതുരതയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു കാലത്ത് നമ്മൾ സ്വഭാവ വൈകല്യങ്ങളെന്ന് കരുതിയ പല ഘടകങ്ങളും വാസ്തവത്തിൽ രോഗാതുരതയുടെ തന്നെ ഇങ്ങനെ എക്സ്പ്രഷൻസാണ്. അതിൻ്റെ തന്നെ വിൻഡോസ് ഇങ്ങനെ ഓപ്പൺ ആവുന്ന അത്രയും രോഗാതുരമായ ഒരു ഭൂമിയിൽ ശമനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾക്കകത്ത് ഏർപ്പെടുകയാണ് ഏതൊരു മുതിർന്ന ക്രിസ്തു സാധകൻ്റെയും മുമ്പിലുള്ള വഴി. നമ്മളതിൽ ഏർപ്പെടുന്നുണ്ടോ ഇല്ലയെന്നുള്ള പ്രധാനം. പെരുക്കേറ്റ മനുഷ്യർക്ക് അഭയമായിട്ട് നമ്മുടെ ഉള്ളവും നമ്മുടെ ഇടങ്ങളുമൊക്കെ മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ ക്രൂഷ്യലായ ചോദ്യമാണ്. ഇതിങ്ങനെ യേശു അവസാനം വരെ പുലർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അന്തിമവിധിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പോലും വാസ്തവത്തിൽ ഒരാളുടെ അന്തിമവിധിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ വാസ്തവത്തിൽ വളരെ പ്ലെയിനായ കുറച്ച് കാര്യങ്ങളാണ്. വിശക്കുന്നവന് അന്നം കൊടുത്തോ? ദാഹിച്ചവന് തണ്ണീരായോ? അലഞ്ഞു നടക്കുന്നവന് വീട് തുറന്നു കൊടുത്തോ? അപമാനിക്കപ്പെട്ടവനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചോ? നഗ്നനെ ഉടുപ്പിച്ചോ? രോഗിയെ സന്ദർശിച്ചോ? ഒരു തടവുപുള്ളിയെ പോയി കണ്ടിട്ട് എത്ര കാലമായി? തടവെന്നൊക്കെ പറഞ്ഞ് എന്തൊരു വല്ലാത്ത അവസ്ഥ. ലോക്ക്ഡൗണിലൊക്കെ മനുഷ്യരിങ്ങനെ തങ്ങൾ മുറിക്കകത്ത് കുരുങ്ങെന്നൊക്കെ പറയുമ്പോൾ പോലും അവർക്ക് വാസ്തവത്തിൽ ഈ മുറിയിൽ കുരുങ്ങെന്ന് പറയുമ്പോൾ പോലും ബന്ധങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. എല്ലാവരും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഭക്ഷണം വിളമ്പുന്ന അടുക്കള അടുത്തുണ്ട്. ഒരുമിച്ച് ഉറങ്ങുന്ന ശയ്യാഗൃഹങ്ങളുണ്ട്. എന്നിട്ടും ഈ ലോക്ക്ഡൗണിലൊക്കെ നമ്മൾ എന്തുമാത്രമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര കൊണ്ട് ഗുണിക്കണം ഒരു തടവറവാസം? അത്തരം മനുഷ്യൻ്റെ ആകുലതകളിലേക്ക് വല്ലാതെ മിഴി തുറന്നു നിന്ന ഒരാളുടെ പേരായിരുന്നു യേശു. അതുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യനെ വിധിക്കുന്ന 6 പ്രധാനപ്പെട്ട സുഹൃതങ്ങൾക്കകത്ത് അതുമൊക്കെ പ്രത്യക്ഷപ്പെട്ട ഞാൻ തടവുപുള്ളിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടോ? ചുരുക്കത്തിൽ മനുഷ്യന് ചില കാര്യങ്ങളെ കുലീനമായിട്ട് അഭിമുഖീകരിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഈ സത്രത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ. മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. ലാറ്റിൻ കുർബാനയുടെ പ്രിഫസിനകത്ത് ഇങ്ങനൊരു വാക്കുണ്ട്, ലോർഡ് യു കെയിം ടു ഫെച്ച് അസ് അവർ ഡിഗ്നിറ്റി. കർത്താവായ യേശുവേ, നീ ഞങ്ങളുടെ ശ്രേഷ്ഠതയെ വീണ്ടെടുക്കാൻ വന്നു. അപ്പോൾ ആ യേശുവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കേസ് കെട്ടുള്ള മനുഷ്യർ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിചാരം ഇതാണ്. നമ്മുടെ പരിസരത്തിൻ്റെ കുലീനതയും ശ്രേഷ്ഠതയും വീണ്ടെടുക്കാനായിട്ട് നമ്മൾ എന്ത് ശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്? എന്ത് അധ്വാനങ്ങളിലും എന്ത് വിയർപ്പിലും എന്ത് അലച്ചിലും നമ്മൾ ഏർപ്പെടുന്നുണ്ട്? ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി തന്നെയാണ് പ്രധാനം. വേദപുസ്തകത്തിലൊക്കെ പറയുന്ന ആ സൗഖ്യ ശുശ്രൂഷകളൊക്കെ എടുക്കുക. വസ്തുത ശരീരത്തിൻ്റെ സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നില്ല, ഹ്യൂമൻ ഡിഗ്നിറ്റിയായിട്ട് ബന്ധപ്പെട്ട. രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ കഥ എന്തിനാണ് നമ്മുടെ വേദപുസ്തകത്തിൽ വരുന്നത്? ആരോ തന്നെ തൊട്ടുന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു സ്ത്രീ എന്തിനാണിങ്ങനെ നടുങ്ങി വിറക്കുന്നത്? അവളുടെ ആ രോഗത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് അവളിങ്ങനെ പള്ളിയിൽ പോയിട്ടില്ല. പള്ളിയിൽ പോയിട്ടില്ലെന്ന് മാത്രമല്ല, അവൾക്ക് അവളുടെ തന്നെ വീടിനകത്ത് അടുക്കളയിൽ പോലും പ്രവേശിക്കാനായിട്ടുള്ള അവകാശമില്ല. മാസത്തിൻ്റെ ആ ഒരു അസൗകര്യ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പുലർത്തേണ്ട നിഷ്ഠയെക്കുറിച്ച് നിയമവർത്തന പുസ്തകത്തിനകത്ത് വളരെ ലോങ് ആയിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. അവർക്ക് വേണ്ടി ഇങ്ങനെ തിണ്ടാരിപ്പുരകളുണ്ട്. ഇപ്പോൾ സ്വന്തം വീടിനകത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനങ്ങൾ അസാധ്യമാകുന്ന മട്ടിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ് ഇങ്ങനെ യേശുവിനെ തൊടുന്നത്. അതോടുകൂടി സ്ത്രീയുടെ മേലെ അക്കാലം വരെയുള്ള മനുഷ്യർ പുലർത്തിയിരുന്ന ആ ശുദ്ധാശുദ്ധികളുടെ നിയമങ്ങളെ യേശു ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക. അവൾ എന്തുകൊണ്ട് ഇടപെട്ടുകൂടാ? എന്തുകൊണ്ട് അവൾ പള്ളിയിൽ പോയിക്കൂടാ? കൈനിറയ ചോരയുമായിട്ട് പുരുഷന് ഏതൊരു ശ്രീകോവിലേക്കും പോകാൻ പറ്റും, ഏതൊരു മദ്ബഹയിലോട്ട് പോകാൻ പറ്റും. എന്നാൽ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാ മാസവും ഇങ്ങനെ ചോര പൊടിയുന്ന എൻ്റെ പെങ്ങൾ, എൻ്റെ മകൾ എന്തുകൊണ്ട് ഇതിൽ നിന്ന് മാറിയെന്നുകൂടാ? ആ ഒരൊറ്റ ഇൻസിഡൻറ്റ്
വേദപുസ്തകത്തിൽ എഴുതി വെക്കാനായിട്ട് അവൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ശിഷ്യന്മാർ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് ആ ഒരു ചർച്ച അങ്ങോട്ട് മാറിക്കിട്ടിയത്. അവളുടെ അശുദ്ധ ദിനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും പിന്നീട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കാതെ പോയത് ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ട്. ചുരുക്കത്തിൽ അവളെ രോഗം ഭേദമായെന്നുള്ളതല്ല, സ്ത്രീ എന്ന നിലയിൽ അവളുടെ ഡിഗ്നിറ്റി വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെ പ്രധാനം. മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിൽ കൈസഹായം നൽകാൻ പറ്റുന്ന കാലത്തിൽ സഭയും ലോകവുമൊക്കെ ഒരു ശരണാലയമായിട്ട് മാറുന്നു. അതാവാത്തിടത്തോളം കാലം അതിനും ലോകത്തിനുമൊക്കെ എന്തോ കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തിൻ്റെ ഭാഗമാകാതിരിക്കാനായിട്ട് അസാധാരണ ശ്രദ്ധ വേണം. കണ്ട വിചാരങ്ങളെ വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. ഒരു മഹാസത്രമുണ്ടാവണം. പരിക്കേറ്റ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരു ശരണാലയം. ആ ശരണാലയത്തിലെ ഇങ്ങനെ ഏറ്റവും ശ്രദ്ധയുള്ള സേവകരായിട്ട് വസിക്കേണ്ട, പാർക്കേണ്ട ബാധ്യത എല്ലാ മുതിർന്ന ക്രിസ്തു ശിഷ്യനുമുണ്ട്. പരിചരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ബാധ്യതയുണ്ട്. അതെന്നുവരെ ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും വരും. വരുമ്പോൾ കണക്കൊക്കെ തീർത്തുകൊള്ളാം. കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. മാറാനാത്ത. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.